ഹായ് ഓൾ, അനു അഗെയിൻ. ഇന്ന് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പം ഈ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതെങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്, അതെന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്ന് കുറച്ച് ക്വയറീസ് വന്നിരുന്നു. നമ്മൾ ആദ്യം തന്നെ ഇന്ന് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യുന്നത് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് നോക്കാം. ലൈക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഇൻ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ദ അസേർഷൻ ആൻഡ് റീസൺ ഹാവ് ബീൻ പുട്ട് ഫോർവേഡ്. Read the statements carefully and choose the correct alternative from the following. A. Both the assertion and the reason are correct and the reason is the correct explanation of the assertion. ഇതിങ്ങനെയാണ് കേട്ടോ. അസേർഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും, റീസൺ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും. ദെൻ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനും വരാവുന്ന ഓരോ പോസിബിലിറ്റീസ് ആണ് നമുക്ക് ഈ ഓരോ ഓപ്ഷനായിട്ട് പറയാം. അപ്പോൾ എ ഓപ്ഷനിൽ പറഞ്ഞേക്കുന്നത് അസേർഷനിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, റീസണിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ആൻഡ് അഗെയിൻ അസേർഷനിൽ പറഞ്ഞ കാര്യത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള റീസണാണ് രണ്ടാമത് തന്നേക്കുന്ന റീസണിൽ തന്നേക്കുന്നതെന്നാണ് ഈ എ ഓപ്ഷൻ വരിക. ബി ഓപ്ഷൻ എന്ന് പറയുന്നത് ദ അസേർഷൻ ആൻഡ് ദ റീസൺ ആർ കറക്റ്റ് ബട്ട് ദ റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻ. രണ്ടും കറക്റ്റാണ്, പക്ഷേ റീസൺ ആയിട്ട് തന്നേക്കുന്നത് അസേർഷൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല. സി ഓപ്ഷൻ എന്ന് പറയുന്നത് അസേർഷൻ ഈസ് ട്രൂ ബട്ട് ദ റീസൺ ഈസ് ഫോൾസ്. ഡി എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ അസേർഷൻ ഈസ് ഫോൾസ് ബട്ട് ദ റീസൺ ഈസ് ട്രൂ. അപ്പോൾ ABCD ഓപ്ഷൻസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇങ്ങനെയുള്ള ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അസേർഷൻ കാർബോണിക് ആസിഡ് ഇസ് എ വീക്ക് ആസിഡ്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ദെൻ റീസൺ ഇറ്റ് അയണൈസ്ഡ് കംപ്ലീറ്റ്ലി ഇൻ അക്വസ് സൊല്യൂഷൻ. അത് തെറ്റാണ്. കാർബോണിക് ആസിഡ് വീക്ക് ആസിഡ് ആണെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് വാട്ടറിൽ അയണൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി വരും. അസേർഷൻ ഈസ് ട്രൂ ബട്ട് ദ റീസൺ ഈസ് ഫോൾസ്. മനസ്സിലായോ? ദെൻ അടുത്തൊരെണ്ണം നോക്കാം. Assertion copper sulfate is acidic salt. Reason it is a salt of weak base and strong acid. നമ്മൾ പഠിച്ചിട്ടുണ്ട് acidic salt എന്ന് പറഞ്ഞാൽ എന്താണ്? It is a combination of strong acid and a weak base. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. Both the assertion and reason are correct and the reason is the correct explanation of the assertion. സോ നമുക്ക് അടുത്തൊരെണ്ണം കൂടെ നോക്കാം. അമോണിയം ഹൈഡ്രോക്സൈഡ് ഇസ് എ വീക്ക് ബേസ്. റീസൺ ഫിനോഫ്തലിൻ ബിക്കംസ് പിങ്ക് ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്. അതായത് അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ബേസ് ആണ്, കറക്റ്റാണ്. ദെൻ അതുപോലെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള മീഡിയത്തിൽ ഫിനോഫ്തലിൻ പിങ്ക് കളർ തരും, അതും കറക്റ്റാണ്. പക്ഷേ എന്താണ്, ഈ ആദ്യം പറഞ്ഞ അസേർഷൻ്റെ എക്സ്പ്ലനേഷൻ അല്ല ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റീസൺ. അതുകൊണ്ട് നമ്മളുടെ ഓപ്ഷൻ ബി വരും. ദ അസേർഷൻ ആൻഡ് ദ റീസൺ ആർ കറക്റ്റ് ബട്ട് ദ റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻ. നമ്മൾ അസേർഷൻ റീസൺ ടൈപ്പ് ഒരു രണ്ട് ക്വസ്റ്റ്യൻ കൂടെ നോക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് അസേർഷൻ. ബ്ലീച്ചിങ് പൗഡർ ലിബറേറ്റ് ക്ലോറിൻ വെൻ കെപ്റ്റ് ഇൻ അറ്റ്മോസ്ഫിയർ. ദെൻ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബ്ലീച്ചിങ് പൗഡർ റിയാക്ട്സ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രസൻറ്റ് ഇൻ അറ്റ്മോസ്ഫിയർ ടു ഫോം കാൽസ്യം കാർബണേറ്റ് ആൻഡ് ക്ലോറിൻ ഗ്യാസ്. അപ്പോൾ നമുക്കിത് രണ്ടും കറക്റ്റാണെന്ന് പറയാം. രണ്ടാമത് പറഞ്ഞത് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ ആണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ത് വരും? ഇറ്റ് ഈസ് ആൻസർ എ. ബോത്ത് ദ അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് ദ റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻ. ഈ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന പോലത്തെ മോഡാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റണം. ദെൻ ഒരെണ്ണം കൂടെ നമ്മൾ ലാസ്റ്റ് അസേർഷൻ റീസൺ ടൈപ്പ് നോക്കുകയാണ്. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഗീവ്സ് ഗ്രീൻ കളർ വിത്ത് ഡെസ്റ്റിൽഡ് വാട്ടർ. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് ഒരു റേഞ്ച് ഓഫ് കളേഴ്സ് പ്രൊവൈഡ് ചെയ്യും ഡിഫറെൻറ്റ് PHs അല്ലേ. അപ്പം ദെൻ അടുത്ത റീസൺ പറയുന്നുണ്ട് pH ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ ഇസ് 7 ആൻഡ് ഇറ്റ് ഈസ് ന്യൂട്രൽ ആൻഡ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഗീവ്സ് ഗ്രീൻ കളർ വിത്ത് ന്യൂട്രൽ സൊല്യൂഷൻ. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണല്ലേ. നമുക്കറിയാം ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. അപ്പോൾ pH 7 ആണ്. pH 7 എന്ന് പറയുമ്പോൾ ഗ്രീൻ കളറാണ്, ന്യൂട്രലിന് നമ്മളുടെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ തരുന്നത് നമുക്കറിയാമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ആൻസർ എ. ബോത്ത് ദ അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് ദ റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻ. സോ ഇനി നമുക്ക് അടുത്തൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ്ഡ് ഫോർ ഡിസൊല്യൂഷൻ ഓഫ് ഗോൾഡ്?
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ആസിഡ്സിൻ്റെയും ഈ ഒരു ഓപ്ഷൻസ് നോക്കാതെ തന്നെ നമുക്കറിയാം ഗോൾഡ് പ്ലാറ്റിനവും ഒക്കെ ഡിസോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന ഒരേ ഒരു ലിക്വിഡേ നമ്മൾ പഠിച്ചുള്ളൂ. അത് അക്വാ റീജിയ ആയിരുന്നു, ഒരു ഫ്യൂമിംഗ് ആയിട്ടുള്ള ഹൈലി കൊറോസീവ് ആയിട്ടുള്ള ലിക്വിഡ്. അതായത് നമ്മുടെ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും 3:1 എന്നുള്ള പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ലിക്വിഡ്. അപ്പോൾ നമ്മളുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, അക്വാ റീജിയ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫോംഡ് വെൻ സിങ്ക് റിയാക്ട്സ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്? നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? സിങ്ക് ഒരു മെറ്റലിൻ്റെ റിയാക്ഷൻ വിത്ത് ബേസ്. അപ്പോൾ നമുക്കറിയാം ഒരു സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും. അപ്പോൾ നമുക്ക് നോക്കിയാൽ മതിയല്ലോ ഇക്വേഷൻ. സിങ്ക് പ്ലസ് 2 NaOH ഗീവ്സ് നമ്മുടെ സോഡിയം സിങ്കേറ്റ്. Na2 പ്ലസ് ഹൈഡ്രജൻ. അപ്പോൾ നമ്മളുടെ ആൻസർ എന്താണ്? സോഡിയം സിങ്കേറ്റ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി. വേറെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ്. വാട്ട് ഹാപ്പൻസ് വെൻ എ സൊല്യൂഷൻ ഓഫ് എൻ ആസിഡ് ഇസ് മിക്സ്ഡ് വിത്ത് എ സൊല്യൂഷൻ ഓഫ് എ ബേസ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ടെസ്റ്റ് ട്യൂബിൽ ആസിഡും ബേസും തമ്മിൽ മിക്സ് ചെയ്താൽ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ബേസ്, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഫെർദർ ഇഫക്ട്സ് എന്ന്? ഓപ്ഷൻ എ, ടെമ്പറേച്ചർ ഓഫ് ദ സൊല്യൂഷൻ ഡിക്രീസസ്. അതേതായാലും നമുക്കറിയാം തെറ്റാണ്. കാരണം നമ്മളുടെ ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷൻ ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടെ ഉള്ളൂ അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദ സൊല്യൂഷൻ ഇൻക്രീസസ് ആണ് സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ അത് കറക്റ്റാണ്. ദെൻ അടുത്തത് ടെമ്പറേച്ചർ ഓഫ് ദ സൊല്യൂഷൻ റിമെയിൻസ് ദ സെയിം. അപ്പോൾ അത് റോങ് ആണ്. ദെൻ അടുത്തത് സോൾട്ട് ഫോർമേഷൻ ടേക്സ് പ്ലേസ്. നമുക്ക് ഓൾറെഡി അറിയാം ആസിഡും ബേസും നമ്മൾ റിയാക്ട് ചെയ്തുണ്ടാകുന്നത് ഒരു സോൾട്ടും വാട്ടറും ആണെന്ന്. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 4ഉം കറക്റ്റാണ്. അത് ഓപ്ഷനിൽ ഏതാ ഉള്ളത്? ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെട്രസ്റ്റിംഗ് ഈസ് എ നാച്ചുറൽ സോഴ്സ് ഓഫ് വിച്ച് ആസിഡ്? അപ്പോൾ നമ്മൾ ഉറുമ്പ് കടിക്കുമ്പോൾ അതുപോലെ തന്നെ ദേഹത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന, ഇച്ചിങ് ഉണ്ടാക്കുന്ന തരം ചെടിയാണ് നമ്മൾ നെറ്റൽ ലീഫ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ചൊറിയണം എന്ന് പറയും. അപ്പോൾ അത് എന്ത് തരം ആസിഡ് നമ്മുടെ ബോഡിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഇറിറ്റേഷൻ ഉണ്ടാകുന്നതെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്കറിയാം ഫോമിക് ആസിഡ്. അതിൻ്റെ വേറൊരു പേരാണ് മെഥനോയിക് ആസിഡ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസിഡ് ഈസ് കോൾഡ് ആസിഡ് റെയിൻ വെൻ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അതിൻ്റെ ആസിഡ് റെയിൻ്റെ pH വാല്യൂ ഏത് റേഞ്ചിൽ വരുമ്പോഴാണ് നമ്മൾ അത് ആസിഡ് റെയിൻ ആണെന്ന് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. pH വാല്യൂ 5.6 താഴെ ആയാൽ നമ്മൾ ആ മഴയെ ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ല മഴ എന്ന് വിളിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ aqueous solution turns red litmus solution blue. Excess addition of which of the following solution would reverse the change? അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം നമ്മുടെ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കിയേക്കാണ്. അപ്പോൾ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബേസിക് നേച്ചറുള്ള ഒരു സൊല്യൂഷനായിരുന്നു. അപ്പോൾ അതിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ എന്ത് തരം സൊല്യൂഷനാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി ആസിഡിക് ഇൻ നേച്ചർ. അപ്പോൾ നമുക്ക് ഈ തന്നേക്കുന്നതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ആസിഡിക് ഉണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബേക്കിംഗ് പൗഡർ. അത് ബേസിക് ഇൻ നേച്ചറാണ്. സ്ലൈക്കഡ് ലൈം, അതും അസിഡിക് അല്ല. അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, അതും ഒരു വീക്ക് ബേസ് ആണ്. സോ അടുത്ത ഓപ്ഷൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആസിഡാണ്, ദാറ്റ് ഈസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെമിക്കൽ ഫോർമുല ഓഫ് വാഷിംഗ് സോഡ. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം Na2CO3 10H2 ആണ് വാഷിംഗ് സോഡ. അപ്പോൾ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സൊല്യൂഷൻ ഓഫ് NaCl, നമ്മുടെ സോഡിയം ക്ലോറൈഡ്, ഉപ്പ്. അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുക. നമുക്ക് 4 സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ. അത് അസിഡിക്കും അല്ല ബേസിക്കും അല്ല, ന്യൂട്രൽ സൊല്യൂഷനാണ്. അപ്പോൾ അത് ലിറ്റ്മസ് പേപ്പറിൽ ചേഞ്ച് ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് വൺ, ഇറ്റ് വിൽ ടേൺ pH പേപ്പർ ഗ്രീൻ. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററിൽ ന്യൂട്രൽ ആയിട്ടുള്ള സാധനം ഗ്രീൻ കളറാണ് തരിക. അപ്പോൾ അത് കറക്റ്റാണ്. ദെൻ തേർഡ് വൺ, ഇറ്റ് വിൽ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ഇത് അസിഡിക് അല്ല, അതുകൊണ്ട് അതും ചെയ്യത്തില്ല. ഇറ്റ് വിൽ നോട്ട് അഫക്റ്റ് ലിറ്റ്മസ്, അത് കറക്റ്റാണ്. അപ്പോൾ അത് നമ്മളുടെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ pH പേപ്പറിൽ ഗ്രീൻ കളർ തരും, അത് കറക്റ്റാണ്. ലിറ്റ്മസ് പേപ്പറിനെ അഫക്റ്റ് ചെയ്യത്തില്ല, അതും കറക്റ്റാണ്. അപ്പോൾ നമ്മളുടെ ആൻസർ ഓപ്ഷൻ ഡി, 2 and 4 ആർ കറക്റ്റ്. Next question, a sample of soil is mixed with water and allowed to settle. The clear supernatant solution turns the pH paper yellowish orange. Which of the following would change the color of the pH paper to greenish blue? അപ്പോൾ ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം ഇതാണ്, നമ്മൾ ആ സോയിൽ ടെസ്റ്റ് ചെയ്തപ്പം pH പേപ്പറിൽ യെല്ലോയിഷ് ഓറഞ്ച് തന്നു എന്ന്. അതിനർത്ഥം തന്നെ അത് ആസിഡിക് ആയിരുന്നു എന്നാണ്. നമ്മൾ pH പേപ്പറിൻ്റെ വാല്യൂ ഓർക്കുന്നുണ്ടോ?
അപ്പം ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രീനിഷ് ബ്ലൂ എന്ന് വെച്ചാൽ അത് ന്യൂട്രൽ ആക്കാനായിട്ട്, ന്യൂട്രൽ ടു ജസ്റ്റ് സ്ലൈറ്റ്ലി ബേസിക് ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്. അപ്പോൾ ഒബിയസ്ലി നമ്മൾ ആസിഡിന് നമ്മൾ ഒരു തിരിച്ച് റിവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ എപ്പോഴും ആഡ് ചെയ്യാറുള്ളത്, ഏതെങ്കിലും ഒരു ബേസിക് സൊല്യൂഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അതിനെ ആൻറ്റാസിഡ്സ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമ്മളുടെ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉണ്ട്, കാരണം ഇതിനകത്ത് നോക്കുമ്പോൾ ലെമൺ ജ്യൂസും വിനീഗറും ആസിഡിക്കാണ്. അപ്പോൾ അത് മോർ ആസിഡിക് ആവുകയുള്ളൂ അത് ആഡ് ചെയ്താൽ. കോമൺ സോൾട്ട് എന്ന് പറയുന്നത് ന്യൂട്രലാണ്. അപ്പം ആസിഡിക്കിലേക്ക് ന്യൂട്രൽ ആഡ് ചെയ്താലും അത് റിവേഴ്സ് ചെയ്യത്തില്ല. പിന്നെ അതിന് ഒരു ആൻറ്റാസിഡ് ആഡ് ചെയ്താൽ മാത്രമേ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ആൻ ആൻറ്റാസിഡ്. Next question. The aqueous solution of an acid or a base conducts electricity due to the presence of dash. എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആസിഡും ബേസും ഒക്കെ അക്വസ് സൊല്യൂഷനിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ എന്തായിരുന്നു? H+ അയോൺസും OH- അയോൺസും, അതായത് അയോൺസ്, ദ പ്രസൻസ് ഓഫ് അയോൺസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സോൾട്സ് ഓഫ് കാർബോണിക് ആസിഡ്സ് ആർ കോൾഡ്. നമ്മൾ ഡിഫറെൻറ്റ് ഫാമിലി ഓഫ് സോൾട്സ് പഠിച്ചില്ലായിരുന്നു. അപ്പോൾ കാർബോണിക് ആസിഡിൻ്റെ സോൾട്ടുകൾ നമ്മൾ കാർബണേറ്റ്സ് എന്ന് പറയും. ആൻഡ് സൾഫേറ്റ് ഫാമിലി ഉണ്ടായിരുന്നു, ക്ലോറൈഡ് ഫാമിലി ഉണ്ടായിരുന്നു, കാൽസ്യം ഫാമിലി, അങ്ങനെ നമ്മൾ ഫാമിലി ഓഫ് സോൾട്സ് പഠിച്ചിരുന്നില്ലേ? അതിനകത്ത് നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയത്. So next one, the dilution of a concentrated acid should always be done by adding concentrated acid to water gradually with stirring. True or false? നമ്മൾ ഡയല്യൂഷൻ ഓഫ് ആസിഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ട്രൂ ആണോ ഫോൾസ് ആണോ? അത് ട്രൂ ആണ്. നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ലേ? pour ആസിഡ് into water, PAW. ആൻഡ് അഗെയിൻ നമ്മളത് സ്റ്റിയർ ചെയ്തുകൊണ്ടിരിക്കണം, കാരണം ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് ഒരു ആക്സിഡൻസ് ഒഴിവാക്കാനായിട്ട് നമ്മളിതിങ്ങനെ തന്നെ ചെയ്യണം. സോ നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ആസിഡ്സ്, കോമ്പൗണ്ട്സ് സച്ച് ആസ് ആൽക്കഹോൾ ആൻഡ് ഗ്ലൂക്കോസ് ഓൾസോ കണ്ടെയ്ൻ ഹൈഡ്രജൻ, but these compounds are not categorized as acids. Why? ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എല്ലാ ഹൈഡ്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സും ആസിഡ്സ് അല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വളരെ സിമ്പിളായിട്ടുള്ള ആൻസറാണ്. അക്വസ് സൊല്യൂഷനിൽ H+ അയോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളെ മാത്രമാണ് നമ്മൾ ആസിഡ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ ഗ്ലൂക്കോസും ഒക്കെ, ഗ്ലൂക്കോസിനകത്തൊക്കെ നമുക്ക് ഹൈഡ്രജൻ ഉണ്ട്, പക്ഷേ അത് അവർക്ക് ഒരു അക്വസ് സൊല്യൂഷനിൽ H+ അയോൺസിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ ആസിഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്തത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ആൻ ആക്ടിവിറ്റി ഹൗ മെറ്റൽ ഓക്സൈഡ്സ് റിയാക്ട് വിത്ത് ആസിഡ്സ്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളുടെ ഓരോ റിയാക്ഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആൻസർ ഇത്രയേ ഉള്ളൂ. ഒരു കുറച്ച് ബ്ലാക്ക് കളറിലെ കോപ്പർ ഓക്സൈഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇടുക. ദെൻ നമ്മൾ ഡൈല്യൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് വളരെ സ്ലോ ആയിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കളർ ചേഞ്ച് എന്ന് പറയുന്നത്, അതായത് നമുക്ക് കോപ്പർ ക്ലോറൈഡ് ഉണ്ടാവുന്നത് കൊണ്ട് ഒരു ബ്ലൂയിഷ് ഗ്രീൻ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവും. നമുക്ക് ആ ഡയഗ്രാം കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് യൂഷ്വലി വരാറുണ്ട് കേട്ടോ. സോൾട്ട് എ കോമൺലി യൂസ്ഡ് ഇൻ ബേക്കറി പ്രോഡക്ട്സ് ഓൺ ഹീറ്റിംഗ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു അനദർ സോൾട്ട് ബി which itself is used for removal of hardness of water, and a gas C is evolved. The gas C, when passed through lime water, turns it milky. Identify A, B and C. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അത് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരിക കേട്ടോ. അത് ഡയറക്റ്റായിട്ട് എന്താണിത്, ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ഇതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കുന്നതിന് പകരം ഇതുപോലെ നമുക്ക് ഇത് ഓൾറെഡി നല്ല വെൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ ഇങ്ങനെ കറക്റ്റായിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് മക്കളെ? ബേക്കറി പ്രോഡക്ട്സിൽ കോമൺ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം അത് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന്. ദെൻ അതിനുള്ള അടുത്ത ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനെ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ അത് വേറൊരു സോൾട്ടായിട്ട് കൺവേർട്ടഡ് ആവുകയാണ്. ആൻഡ് അതിനെ നമ്മൾ റിമൂവൽ ഓഫ്, അതായത് വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടെ ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എ എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ട് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണെന്ന്, സോഡിയം ബൈകാർബണേറ്റ് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡയാണ്. അപ്പം NaHCO3. അപ്പം നമ്മൾ എ എന്ന് പറയുന്ന കോമ്പൗണ്ട് NaHCO3. അപ്പോൾ ഹീറ്റിംഗ് നമുക്ക് അടുത്ത കോമ്പൗണ്ട് കിട്ടുന്നുണ്ട്. അത് നമ്മൾ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകണം. സോഡിയം കാർബണേറ്റ് Na2CO3 ആൻഡ് എ ഗ്യാസ് ഈസ് ഗെറ്റിംഗ് ഇവോൾവ്. അപ്പോൾ ആ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ ഇവോൾവ് ആവുന്ന ഒരേ ഒരു ഗ്യാസേ ഉള്ളൂ, ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് H2O. അങ്ങനെ അല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവണം ലൈം വാട്ടറിൽ കൂടെ കടത്തി വിടുമ്പോൾ ലൈം വാട്ടറിനെ മിൽക്കി ആക്കുന്നത് എന്തായിരുന്നു? അത് കാർബൺ ഡൈ ഓക്സൈഡാണ്.
അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ ബി എ ഇസ് എ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, ബി എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആൻഡ് സി എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, in one of the industrial processes used for manufacture of sodium hydroxide, a gas X is formed as byproduct. The gas X reacts with lime water to give a compound Y, which is used as a bleaching agent in chemical industry. Identify X and Y, giving the chemical equation of the reactions involved. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ മാനുഫാക്ചറിങ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ക്ലോറോ ആൽക്കലി പ്രോസസ്സ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഒരു ആൽക്കലി NaOH ഉണ്ടാവുന്നുണ്ട്. ദെൻ ഇതിൽ നിന്ന് നമുക്ക് ആ പ്രോസസ്സ് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കൂടെ ഉണ്ടാവുന്ന ഗ്യാസ് എന്തായിരുന്നു. ഇറ്റ് വാസ് ക്ലോറിൻ. അപ്പോൾ ഈ ക്ലോറിൻ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അടുത്ത പ്രോസസ്സ്, പ്രത്യേകിച്ച് ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ബ്ലീച്ചിങ് പൗഡറാണെന്ന്. അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻസ് ഒന്ന് നോക്കിക്കോണം കേട്ടോ. എക്സ് എന്ന് പറയുന്നത് ക്ലോറിൻ ഗ്യാസ് ആണ്. അപ്പോൾ ആ ഇക്വേഷൻ എന്താണ്? 2NaCl + 2H2O അപ്പോൾ ഇലക്ട്രോളിസിസ് ഗീവ്സ് 2NaOH + H2 + ക്ലോറിനാണ് എക്സ്. അപ്പോൾ CaOH ട്വൈസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ലൈം വാട്ടറിൽ കൂടെ ക്ലോറിൻ പാസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന എന്തായിരുന്നു? ബ്ലീച്ചിങ് പൗഡർ, അതായത് CaOCl2. അപ്പോൾ എക്സ് ക്ലോറിൻ ഗ്യാസ്, വൈ ബ്ലീച്ചിങ് പൗഡർ. ദെൻ ഇതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന രീതി മനസ്സിലാക്കാനായിട്ട് ഒരെണ്ണം എടുത്തിട്ടതാണ് കേട്ടോ. എ മെറ്റൽ കാർബണേറ്റ് X on reacting with an acid gives a gas which when passed through a solution Y gives the carbonate back. On the other hand, a gas G that is obtained at anode during electrolysis of Brin is passed on dry Y. It gives a compound Z used for disinfecting drinking water. Identify X, Y, G and Z. അപ്പോൾ നമ്മൾ ഇത്തിരി മുമ്പ് പറഞ്ഞതിൽ നിന്നും കുറച്ചും കൂടെ ഒരു സ്ലൈറ്റ്ലി വേരി ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം പറഞ്ഞത്. അതായത് എന്തായിരുന്നു? എ ഗ്യാസ് G ദാറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് ആനോഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ഓഫ് ബ്രിൻ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ ആനോഡിൽ ക്ലോറിൻ ഉണ്ടാവും, ദെൻ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും, NaOH സൊല്യൂഷൻ ഉണ്ടാവും, അത് ആനോഡിൽ കാഥോഡിൽ ഉണ്ടാവുന്ന കാര്യമൊക്കെ. അപ്പോൾ ഇത് ആ ടേംസിലാണ് ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എക്സ് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. അതിനെ നമ്മൾ റിയാക്ടിങ് വിത്ത് ആസിഡ്, കാൽസ്യം കാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തായിരുന്നു? കാൽസ്യം ക്ലോറൈഡും കാർബൺ ഡൈ ഓക്സൈഡും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറിൽ കൂടെ പാസ് ചെയ്യുമ്പോഴാണ് അത് ടേൺ മിൽക്കി ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ്, വൈ എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ദെൻ അത് അടുത്ത സെക്ഷനിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും കേട്ടോ. ആനോഡിൽ ക്ലോറിനും കാഥോഡിൽ ഹൈഡ്രജനും. ദെൻ അടുത്ത ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് ഗ്യാസ് ജി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് ക്ലോറിൻ. അത് ഡ്രൈ സ്ലേക്കഡ് ലൈമിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന നമ്മൾ ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ടും വെള്ളം ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനം എന്തായിരുന്നു? CaOCl2. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ബ്ലീച്ചിങ് പൗഡർ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫിൽ ഇൻ ദ മിസ്സിംഗ് ഡേറ്റ ഇൻ ദ ഫോളോയിങ് ഡേറ്റ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്തുണ്ടാകുന്ന സോൾട്ട്. അപ്പോൾ ആ ഒരു സോൾട്ടും ഒരു ആസിഡും അറിയാമെങ്കിൽ ഏതാണ് ബേസ്, അല്ലെങ്കിൽ ഒരു സോൾട്ടും ഒരു ബേസും അറിയാമെങ്കിൽ ഏതാണ് ആസിഡ്, അല്ലെങ്കിൽ ഒരു ആസിഡും ബേസും അറിയാമെങ്കിൽ ഉണ്ടാകുന്ന സോൾട്ട് ഏതാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊന്ന് നോക്കിക്കേ. ഫസ്റ്റ് വൺ അമോണിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് ബേസ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആണെന്നാണ്. അപ്പോൾ അമോണിയം ക്ലോറൈഡ് Cl. അപ്പോൾ Cl ഗ്രൂപ്പ് വരുന്ന ആസിഡ് HCl. ദെൻ അടുത്തത് കോപ്പർ സൾഫേറ്റും കോപ്പർ ഹൈഡ്രോക്സൈഡും തന്നിട്ടുണ്ട്. അപ്പോൾ സൾഫേറ്റ് ഗ്രൂപ്പ് വരുന്ന ആസിഡ് ഏതാണ്? H2SO4. ദെൻ അടുത്തത് നമുക്ക് സോൾട്ട് തന്നിട്ടില്ല, ബേസും തന്നിട്ടില്ല, സോൾട്ടും ബേസും തന്നിട്ടുണ്ട്, നമുക്ക് ആസിഡ് തന്നിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവും? NaClഉം NaOHും ഉണ്ട്. അപ്പോൾ Cl ഗ്രൂപ്പ് വരുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദെൻ അടുത്ത ഫോർത്ത് വൺ മാഗ്നീഷ്യം നൈട്രേറ്റും നമുക്ക് ബേസ് തന്നിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ആസിഡ് തന്നിട്ടുണ്ട്, നൈട്രിക് ആസിഡ്. അപ്പോൾ മഗ്നീഷ്യം ചേർന്ന് വരുന്ന ഒരു ബേസാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ബേസ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ദെൻ അടുത്തത് പൊട്ടാസ്യം സൾഫേറ്റ് ആണ്. അപ്പോൾ K2SO4 തന്നിട്ടുണ്ട്, നമുക്ക് ബേസും ആസിഡും അറിയത്തില്ല. അപ്പോൾ പൊട്ടാസ്യം സൾഫേറ്റ്, പൊട്ടാസ്യം ഉള്ള ഒരു ബേസ് KOH, പൊട്ടാസ്യത്തിൻ്റെ ബേസ്. അപ്പോൾ സൾഫേറ്റ് ഗ്രൂപ്പ് H2SO4. അപ്പോൾ KOHും H2SO4ഉം കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് പൊട്ടാസ്യം സൾഫേറ്റ് കിട്ടുക.
ദെൻ ലാസ്റ്റ് വൺ നമുക്ക് കാൽസ്യം നൈട്രേറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് അത് കാൽസ്യം നൈട്രേറ്റ് ആണ് സോൾട്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. ദെൻ ബേസ് കാൽസ്യം ഹൈഡ്രോക്സൈഡുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓബിയസ്ലി നൈട്രേറ്റ് ഗ്രൂപ്പ് വരുന്ന ആസിഡ് ഏതാണ്? HNO3. സോ ഇത്രയും ക്വസ്റ്റ്യൻസും കൊണ്ട് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്നും മറന്നേക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ, അടുത്ത ഒരു സെഷനിൽ കാണുന്നത് വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ സമയമൊക്കെ മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ.